ദൈവമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഈ ആഴ്ചയിലും നമുക്കിങ്ങനെയൊന്ന് ഈ രീതിയിൽ കണ്ടുമുട്ടുവാൻ ഇടയാക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസിയും പരിശുദ്ധാത്മാവും എന്ന വിഷയത്തെക്കുറിച്ച് ആണ്. ഇത് ഒരു ആരംഭമായ ക്ലാസ് ആകട്ടോ. വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അനേകർക്കും ഈ കാര്യത്തിൽ ഒരു ശരിയായിരിക്കുന്ന അനേക വിശ്വാസികൾക്ക് പോലും ഒരു ശരിയായിരിക്കുന്ന അറിവില്ലാതെ അനേക നിലകളിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീണ്ടും ജനിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും ആരാണ്? നമ്മളെല്ലാവരും ദൈവമക്കളാണെന്നുള്ള ആ ബോധമെങ്കിലും നമ്മളെ ഭരിക്കണേ. ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ ഒരു പൈതലാണ്, അല്ലേ? ദൈവത്തിൻ്റെ പൈതലല്ലേ പറയുന്നത്. രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരെ കുറിച്ചും 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ദൈവമക്കളാണെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പം നമ്മൾ ജന്മത്താൽ ദൈവമക്കളാണോ? അല്ല. നമ്മളെല്ലാം പാപത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ പേര് പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ എന്നായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു രീതിയിലും നമ്മൾ യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിൽ അവർക്ക് പോലും ദൈവമക്കളെന്ന് പറയാനായിട്ട് കഴിഞ്ഞില്ല. അവരെ പോലും കർത്താവ് പറഞ്ഞത് നിങ്ങൾ പിശാചിൻ്റെ പിതാവിൻ്റെ മക്കളെന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച്, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മുടെ അവസ്ഥ പറയുമ്പോഴത്തേക്കും, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പ്രവൃത്തിയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്നോർത്തുകൊള്ളുവിൻ. എത്ര ഭയങ്കര പ്രയോഗങ്ങളാണ്. നോക്കണം, ദൈവമില്ലാത്തവരായി പ്രത്യാശയില്ലാത്തവരായി ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള നാം എല്ലാവരും, നമ്മൾ യഹൂദന്മാരല്ല, യഹൂദന്മാർക്കും വിശേഷിച്ച് ഇവിടെ വിശേഷതയില്ല. അവരും വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ അവർക്കും ദൈവമക്കളാകാനായിട്ട് കഴിയൂ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവമക്കളായി തീരുക എന്നുള്ളത് എത്ര വലിയ ഭാഗ്യ പദവിയാണ് പ്രിയമുള്ളവരെ. നമ്മളത് ചിന്തിച്ചേ. ഈ സകല അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം നമ്മുടെ പിതാവാണെന്ന് പറയുമ്പോൾ അത് എത്ര വലിയ കാര്യമാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കോടാനുകോടി നക്ഷത്രങ്ങളെ പേർ ചൊല്ലി പിടിക്കുന്ന നമ്മുടെ കർത്താവ്, തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഇവയെല്ലാം പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ്, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന നമ്മുടെ കർത്താവ്, എല്ലാത്തെയും ഉളവാക്കിയ നമ്മുടെ കർത്താവ്. എത്ര വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. നമ്മളോടുള്ള ദൈവസ്നേഹം എത്ര വലിയ. മക്കൾ എന്നുള്ള നിലയ്ക്ക് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ നാവ് പോരാ എന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ, അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് ഒന്ന് പറയാൻ കഴിയുമോ? അതിൻ്റെ ഉയരവും ആഴവും വീതിയും നീളവും വർണ്ണിക്കാൻ പറ്റിയില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു ശബ്ദം ഞാൻ നിങ്ങളോട് പറയാം. അത് യോഹന്നാൻ 17:23. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ അതേ സ്നേഹമാണ് നമ്മളോടുള്ളതെന്നാണ് കർത്താവ് പറഞ്ഞത്. അതൊന്നും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള സ്നേഹബന്ധമാണ് പിതാവ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലൊരു കുറവും വരുത്തിയിട്ടില്ല. അതൊക്കെ ഒന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് കുറച്ചുകൂടെ വളരണം. നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ദൈവസ്നേഹം നമ്മെ ആർക്കും ഒരിക്കലും വേർപെടുത്താൻ പറ്റിയെന്ന് റോമാർ 8:35 പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇന്ന് എത്രയോ നിസാര കാര്യങ്ങളിലൂടെ നമ്മളെ ശത്രു വഞ്ചിക്കാറുണ്ട്. നമ്മൾ ആ സ്നേഹമൊക്കെ മറന്നു പോകാറുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാറുണ്ട്. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നാം ദൈവമക്കളാകുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വൻ്റെ ആത്മാവിനെയാണ്. നമ്മൾ പ്രാപിച്ച ആത്മാവിനെ കുറിച്ച് നമുക്കറിയാം. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു, അല്ലേ? നമ്മൾ ഗലാത്യർ 4:6 അതേ വാക്യത്തിന് വായിക്കുന്നുണ്ട്. നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ തക്കോളം പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന, ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല. കർത്താവ് ഗെത്സമന തോട്ടത്തിൽ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്,
അബ്ബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. അപ്പോൾ അവിടെ പിതാവിനോട് പറയുന്നത് അബ്ബാ പിതാവേ. അങ്ങനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രൻ്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ റോമർ 8:9 നമ്മൾ പഠിച്ചതല്ലേ നേരത്തെ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു എന്നുള്ള ഈ ഒരു അറിവ് ഇതെത്ര ശ്രേഷ്ഠമാണ്. ദൈവമക്കളാകുന്നു എന്നുള്ള ഈ സാക്ഷ്യം നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചോ? ചിലപ്പോൾ നമ്മൾ ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശബ്ദം വരും. അത് റോമർ 8:16 നമ്മൾ വായിക്കുന്നതാണ്. ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുന്നത് നമ്മൾ ദൈവമക്കളാണെന്ന്. അപ്പോൾ നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കൾക്ക് യോഗ്യമായ നിലയിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന. അതുകൊണ്ട് ഇവിടെ ഞാൻ നിങ്ങളോട് ഇന്ന് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ എല്ലാ മക്കളുടെ മേലുമുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് ആത്മസ്നാനം എന്നുള്ളത്. ഈ ആത്മസ്നാനത്തെക്കുറിച്ചൊക്കെ വളരെ വികലമായ പഠിപ്പിക്കലുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ശരിക്കും ഇറങ്ങി വരണം. അത് ദൈവവചനത്തിലൂടെ തന്നെ നമ്മൾ അറിയണം. അപ്പം ഞാനൊരു വാക്യം നിങ്ങൾക്ക് ആദ്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അവിടെ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു. അവനോ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്നാണ് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ ഇപ്പോൾ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. നോക്കണം, അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെക്കുറിച്ച് അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുൻപ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു മലയിൽ പോയി നിൽക്കുമ്പോൾ അവിടെ വെച്ച് അവരോട് പറയുന്നൊരു കാര്യം, ഇത് കർത്താവ് പറയുന്ന കാര്യം കേട്ടോ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടെ വായിക്കുന്നത് അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 1:5 വാക്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. നോക്കണേ, എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുൻപ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് ഓർപ്പിക്കുക. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മൾ യഥാർത്ഥമായും ഈ വീണ്ടും ജനനത്തെ അതിൻ്റെ ആഴത്തിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠമെന്നറിയോ പ്രിയമുള്ളവരെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യമൊക്കെ എത്ര വലുതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര വൻ കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എങ്ങനെ പറയുന്നേ? അബ്ബാ പിതാവേ, അല്ലെ? കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ മത്തായി 6:9 പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെയാ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. സ്വർഗീയ പിതാവേ എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിച്ചേ. പഴയ നിയമത്തിൽ ആനോക്ക് 300 സംവത്സരം ദൈവത്തിന് കൂടെ നടന്നു. എന്നാൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റിയോ? ഇല്ല. നോഹയും ദൈവത്തോട് കൂടെ നടന്നു. നോഹയ്ക്ക് വിളിക്കാൻ പറ്റിയോ? ഇല്ല. എന്നാൽ അബ്രഹാം, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ട അബ്രഹാം, ഈ അബ്രഹാം ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ കഴിഞ്ഞോ? ഇല്ല. മോശ ദൈവത്തിൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്ത ദാസന, ഈ മോശയ്ക്ക് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിന് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ കഴിഞ്ഞോ? ഇല്ല. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ ഈ സ്നാപക യോഹന്നാന് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ കഴിഞ്ഞോ? ഇല്ല. നമ്മൾ ചിന്തിക്കണം. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ആർക്കും വിളിക്കാൻ കഴിയാത്ത വലിയ പദവി സഭയിലുള്ള എല്ലാ ചെറിയവരിൽ ചെറിയവന് പോലും ദൈവം തന്നിരിക്കുക. നമ്മൾ ചിന്തിക്കണം. വീണ്ടും ജനിച്ച എല്ലാവരും, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച എല്ലാവരും, അവർക്കെല്ലാം ഈ വലിയവനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ദൈവം ചെയ്യുന്ന ഒരു വൻ കാര്യമാണ്
പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത്. അപ്പോൾ കർത്താവ് ഈ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് എപ്പോഴാണ് സംഭവിച്ചത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നോക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ സിയോൻ മാളികയിലേക്ക് ഇറങ്ങി വന്നു. നോക്കണേ. അപ്പോൾ ദൈവം പറഞ്ഞിരുന്നത് പോലെ അവർ അവിടെ ഒരുമനപ്പെട്ടിരിക്കുകയാണ്. അങ്ങോട്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് പോയില്ല. എന്നാൽ ദൈവം തൻ്റെ ശിഷ്യന്മാരെ എവിടെ ആക്കി വെച്ചിരിക്കുന്നോ അതേ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവരെല്ലാം എന്നാൽ ഇവിടെ ആത്മസ്നാനമായിരുന്നു എന്നുള്ളൊരു വാക്ക്, ഒരു ശബ്ദം അവിടെ വന്നിട്ടില്ല. എന്നാൽ അവിടെ നടന്നത് ആത്മസ്നാനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അഥവാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഒന്ന് മാറ്റാനായിട്ട് അതേ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമ്മൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നടന്ന സംഭവം യെരുശലേമിലെ സഭയോട് അറിയിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യത്തിലൂടെ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ കാരണം അവിടെ വലിയ കശുശുപ്പൊക്കെ ഉണ്ടായി. കാരണം പത്രോസ് അങ്ങനെ പോയതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് പിന്നിലുള്ള കഥകളെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം താൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 14 മുതൽ ഞാൻ വായിക്കാം. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാർക്കോർത്തു. കണ്ടോ? അപ്പോൾ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. അപ്പോൾ ഇവിടെ പെന്തക്കോസ്ത് നാളിൽ നടന്ന അതേ സംഭവം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുക. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഏതാ നടന്നേ? പരിശുദ്ധാത്മ സ്നാനം നടന്നതാണ് ഇവിടെ പത്രോസ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നടന്നത് പരിശുദ്ധാത്മ സ്നാനമായിരുന്നു. ഇവളൊരു നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആത്മസ്നാനം അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും തുടർന്നുള്ള വാക്യങ്ങളൊക്കെ ഞാനിപ്പോൾ വായിക്കുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട് അത് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ എന്തിനാണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളൊന്ന് പറയാം. എന്തിനാണ് ഈ പരിശുദ്ധാത്മ സ്നാനം? കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. ഈ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാകുന്ന സഭയുടെ കെട്ടുപണി നടക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ, കർത്താവിൻ്റെ മാർമിക ശരീരമാകുന്ന സഭയുടെ കെട്ടുപണി നടക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. കണ്ടോ? കർത്താവിന് എത്ര ശരീരമുണ്ട്? ഒരേ ഒരു ശരീരമുണ്ട്. അപ്പോൾ അതിനകത്ത് യഹൂദനെന്നോ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും. അപ്പോൾ അവിടെ യാതൊരു വ്യത്യാസവുമില്ല, വകഭേദമില്ല. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ ഇത് സഭയുടെ കെട്ടുപണിയോടുള്ള ബന്ധത്തിലാവട്ടോ. ഇതിനെ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് വളരെ ക്ലിയർ
ഒരു പ്രത്യേകമായ ഒരു ലൈൻ അല്ലെങ്കിൽ അതിലൊരു നിയമം, ഒരു വ്യവസ്ഥ ഉണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ച് പലവിധ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് അടുത്ത ദിവസങ്ങൾ അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ഞാനിതൊരു പ്രാരംഭ ക്ലാസ്സായിട്ട് പറയുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആത്മസ്നാനം എന്തിനു വേണ്ടിയുള്ളതാണ്? ആർക്ക് വേണ്ടിയുള്ളതാണ്? രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം നമുക്കറിയാം, ദൈവസഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷിക്കുന്നവൻ കർത്താവാണ്, സഭ കർത്താവിൻ്റെതാണ്, സഭ പണിയുന്നത് കർത്താവാണ്. ഈ ശരീരത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പരിശുദ്ധാത്മ സ്നാനം നൽകുന്നതും കർത്താവാണ്. എന്തിനു വേണ്ടിയാ? തൻ്റെ ശരീരമാകുന്ന മാർമിക സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടാണ്. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചവരാണ്. കാരണം അവരെ കർത്താവ് സഭയോട് ചേർത്തു. ആത്മസ്നാനത്തെക്കുറിച്ച് നല്ലൊരു പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പം ആത്മസ്നാനം എന്ന് പുതിയ നിയമത്തിൽ, ഈ ആത്മസ്നാനം എന്നുള്ളത് സഭയ്ക്ക് മാത്രമുള്ള കാര്യം കേട്ടോ. ഇത് പഴയ നിയമ വിശുദ്ധന്മാർക്കോ അല്ല, കർത്താവായ യേശുക്രിസ്തു പെന്തക്കോസ് നാൾ മുതൽ കർത്താവിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ രഹസ്യ വരവ് അല്ലെങ്കിൽ സഭയെ ചേർക്കാനുള്ള വരവ്, ആ സമയം വരെയുള്ള സഭാ കാലയളവിലുള്ള രക്ഷിക്കപ്പെടുന്ന സഭാംഗങ്ങളായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കുവാൻ വേണ്ടി കർത്താവ് നൽകുന്ന ഒരു കാര്യമാണ് ആത്മസ്നാനം. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ രക്ഷിക്കപ്പെട്ടവർക്കും ആത്മസ്നാനത്താലാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന മാർമിക ആ സഭയോട് കർത്താവ് ചേർത്തത്. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഈ വാക്യം. അതുകൊണ്ട് എന്നാൽ നമുക്ക് ഈ ആത്മസ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ 7 വാക്യങ്ങളാവുള്ളൂ. 7 വാക്യങ്ങൾ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് സവിസ്തരം പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതിന് നമുക്ക് സ്വല്പം കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഈ ഒരു കാര്യം പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മളെല്ലാവരും ദൈവമക്കളാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ ഉള്ളത്. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും അതിനകത്ത് 50% അല്ല 80% അല്ല, 100% ആത്മസ്നാനത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാകുന്ന സാർവത്രിക സഭയോട് ചേർത്ത് പണിയപ്പെട്ടവരാണ്. എല്ലാവർക്കും ഈ പരിശുദ്ധാത്മ സ്നാനം കർത്താവ് നൽകിയിട്ടുണ്ട്. കാരണം സ്നാനത്തിലൂടെയാണ് കർത്താവിൻ്റെ ശരീരത്തോട് നമ്മൾ ചേർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെടുന്നത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും സഭയോട് കർത്താവ് ചേർക്കുകയാണ്. കർത്താവാണ് പരിശുദ്ധാത്മാ സ്നാനം നൽകുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഒട്ടും തർക്കം അല്ലെങ്കിൽ ഒട്ടും സംശയം പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലളിതമായിട്ട് പറയുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാ സ്നാനം അതിനുവേണ്ടി ഇനി കാത്തിരിക്കുക, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. കാത്തിരിക്കണോ, പ്രാർത്ഥിക്കണോ, അങ്ങനെയുള്ള വല്ല വിഷയമൊക്കെ ഉണ്ടോയെന്ന് അതിൻ്റെ ഒരു കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നില്ല. ഇതൊന്നും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് ഞാൻ ഒന്നുകൂടെ പിന്നെ വിശദമാക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തെങ്കിൽ, നിങ്ങൾക്ക് യഥാർത്ഥമായ പാപക്ഷമയുടെ അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ ശരീരമാകുന്ന ആർമീക ശരീരത്തോട് സഭയോട് ചേർക്കുവാൻ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ദൈവം നിങ്ങളെ ചേർത്തിരിക്കുന്നു എന്നുള്ള ഈ ഒരു വലിയ യാഥാർത്ഥ്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം പ്രിയമുള്ളവരെ. എത്രയോ പേര് ഇതിനെക്കുറിച്ചൊക്കെ വികലമായിരിക്കുന്ന അനേക ഉപദേശങ്ങളുണ്ട്. നിങ്ങൾ തെറ്റി പോകരുത്. നിങ്ങൾ സത്യവചനത്തെ കൃത്യതയോടുകൂടി അതിനെ ശരിക്കും ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അത് ശരിയായി മനസ്സിലാക്കണം. ഇതൊരു വഞ്ചനയുടെ ലോകമാണ്, വഞ്ചിക്കപ്പെടരുത്. മറ്റ് പല നിലകളിലും ഒരുപാട് പേര് അങ്ങനെ വഞ്ചിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി കർത്താവിൽ സ്നേഹിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്കത് വചനാനുസരണം ആത്മാവിൽ ശരിയായി മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്കും അത് കേൾക്കുവാൻ അവസരം ഒരുക്കി കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം
ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.